പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഗ്രീൻ കാർഡ് അപേക്ഷകർ COVID-19 വാക്സിനേഷൻ എടുക്കണമെന്ന നിബന്ധന അവസാനിപ്പിച്ച് US. പുതിയ നയം മറ്റ് വാക്സിനേഷൻ പ്രോട്ടോക്കോളുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ഥിരതാമസ മെഡിക്കൽ ആവശ്യകതകൾ ലളിതമാക്കും. US-ൽ നിയമാനുസൃത സ്ഥിരതാമസക്കാരാകുന്നതിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കുള്ള COVID-19 വാക്സിനേഷൻ ആവശ്യകത നീക്കം ചെയ്യുന്നതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചു. അപേക്ഷകർ ഫോം 1693 ഇമിഗ്രേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്, വാക്സിനേഷൻ റെക്കോർഡ് എന്നിവയിൽ COVID-19 വാക്സിനേഷൻ തെളിവ് സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇതോടെ ഇല്ലാതാകുന്നു. എന്നാൽ പോളിയോ, അഞ്ചാംപനി, ഹെപ്പറ്റൈറ്റിസ് ബി, ടെറ്റനസ് എന്നിവയ്ക്കുള്ള മറ്റ് സ്റ്റാൻഡേർഡ് വാക്സിനേഷനുകളുടെ തെളിവ് കുടിയേറ്റക്കാർ കാണിക്കേണ്ടതുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്റെ ഉദ്ഘാടന ദിന പ്രസംഗത്തിൽ വാക്സിൻ ഉത്തരവുകൾക്കെതിരായ തന്റെ നിലപാട് ആവർത്തിച്ചു. COVID-19 വാക്സിനേഷൻ നിരസിച്ചതിന് സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട സൈനികരെ തിരിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൈനിക പ്രവർത്തനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനങ്ങൾ നീക്കം ചെയ്യുന്നതിൽ തന്റെ ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രാഥമിക ദൗത്യം ഉറപ്പാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ നാടുകടത്തൽ ഭീഷണിയിൽ ഭയന്ന US-ലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. പാർട്ട് ടൈം ജോലി ചെയ്താണ് US-ലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ അധികവും ചെലവിനുള്ള പണം കണ്ടെത്തുന്നത്. F1 വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ ആഴ്ചയിൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. എന്നിരുന്നാലും ജീവിത ചെലവുകൾ നികത്താൻ പലരും ക്യാമ്പസിന് പുറത്തുള്ള റെസ്റ്റോറന്റുകൾ, ഗ്യാസ് സ്റ്റേഷനുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നു. അവരവിടെ ജോലി ചെയ്യുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക രേഖകൾ ഉണ്ടാകില്ല. ഇത് നിയമവിരുദ്ധമായാണ് കണക്കാക്കുന്നത്. ട്രംപ് ഭരണകൂടം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികളെടുക്കുമെന്ന ഭയത്താൽ വിദ്യാർത്ഥികൾ ജോലിയിൽ തുടരാൻ മടിക്കുന്നതായാണ് റിപ്പോർട്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ ജോലി സാധ്യതകൾ പുനർമൂല്യനിർണ്ണയം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എന്നാൽ നിലവിൽ ഇന്ത്യയിലെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക സഹായത്തെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ്. US-ലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തിയ റിപ്പോർട്ടുകൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പുറത്തുവന്നത്. വിദേശ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന ഓപ്പൺ ഡോർസ് റിപ്പോർട്ട് പ്രകാരം 2023-24 വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് 3,31,602 വിദ്യാർത്ഥികളാണ് US-ൽ പഠിക്കാനെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇനി അരമണിക്കൂറിനകം എത്താം. അതിവേഗ റെയിൽ പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ ഈ വർഷം സർവീസ് നടത്താനിരിക്കെയാണ് അതിവേഗ പാതയുടെ പ്രഖ്യാപനം. പ്രധാന നഗരങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗതയിലാകും ട്രെയിൻ സഞ്ചരിക്കുക. യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുകയും 2 എമിറേറ്റുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. പദ്ധതിയുടെ വികസനത്തിനും പ്രവർത്തനത്തിനും മേൽനോട്ടം വഹിക്കുന്ന ഇത്തിഹാദ് റെയിൽ ഈ സംരംഭം അടുത്ത 50 വർഷത്തിനുള്ളിൽ UAE-യുടെ GDP-യിലേക്ക് 145 ബില്യൺ ദിർഹം സംഭാവന ചെയ്യുമെന്ന് കണക്കാക്കുന്നു. പ്രഖ്യാപനത്തിന്റെ ഭാഗമായി UAE നേതാക്കൾ രാജ്യത്തെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഫ്ലൈറ്റ് അവലോകനം ചെയ്തു. അത് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ പ്രവർത്തിക്കും. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എന്നിവിടങ്ങളിലാണ് ആദ്യത്തെ 4 പാസഞ്ചർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്. ഈ സ്റ്റേഷനുകൾ മെട്രോ, ബസ് ലൈനുകളുമായി സംയോജിപ്പിച്ച് തടസ്സമില്ലാത്തതും പരസ്പരം ബന്ധിപ്പിക്കുന്നതുമായ ഗതാഗത ശൃംഖല സൃഷ്ടിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് തീരുവ ചുമത്തിയാൽ US ഉപഭോക്താക്കളുടെ ചെലവ് കൂടുമെന്ന ട്രൂഡോയുടെ മുന്നറിയിപ്പ്. നിർദ്ദിഷ്ട താരിഫുകൾ ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് ട്രൂഡോ. സ്ഥാനമൊഴിയുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ ഇറക്കുമതിക്ക് തീരുവ ചുമത്താനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ ഉപഭോക്തൃ ചെലവ് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. ആവശ്യമെങ്കിൽ കാനഡ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കനേഡിയൻ, മെക്സിക്കൻ ഇറക്കുമതികൾക്ക് 25% ചുങ്കം ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരിയിൽ തന്നെ താരിഫുകൾ നടപ്പിലാക്കിയേക്കുമെന്നാണ് സൂചന. അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നായ കാനഡയെ ടാർഗറ്റ് ചെയ്യുന്നത് എണ്ണ, തടി, ഓട്ടോമൊബൈൽ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. കനേഡിയൻ എണ്ണയുടെ മേലുള്ള താരിഫ് US-ൽ ഇന്ധനവില ഗണ്യമായി ഉയർത്തുമെന്ന് ട്രൂഡോ മുന്നറിയിപ്പ് നൽകി. കനേഡിയൻ ചരക്കുകളിൽ US വൻതോതിൽ ആശ്രയിക്കുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ട്രൂഡോ 2 സമ്പദ് വ്യവസ്ഥകളും തമ്മിലുള്ള ശക്തമായ ബന്ധം വ്യക്തമാക്കി. സ്റ്റീൽ, അലുമിനിയം, യുറേനിയം, 34 നിർണായക ധാതുക്കൾ എന്നിവയുടെ ഏറ്റവും വലിയ വിദേശ വിതരണക്കാരാണ് കാനഡ. ഓരോ ദിവസവും $2.7 ബില്യൺ മൂല്യമുള്ള ചരക്കുകളും സേവനങ്ങളുമാണ് US-ൽ നിന്ന് കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ ഹോട്ടലുകൾ ടൂറിസം ലൈസൻസ് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം. ലൈസൻസുകൾ പ്രദർശിപ്പിക്കാത്ത ഹോട്ടലുകൾ
നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഹോട്ടലുകളുടെ സ്വീകരണ മേശയിൽ ടൂറിസം ലൈസൻസുകൾ വ്യക്തമായി കാണാവുന്ന സ്ഥലത്ത് സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. ഹോട്ടലുകളുടെ വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പേജിലും ലൈസൻസുകൾ വ്യക്തമായി കാണുന്ന തരത്തിൽ പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിഥികൾക്ക് കൂടുതൽ വിശ്വാസ്യത വരുത്തുന്നതിന് ഇത് സഹായിക്കും. ചില ഹോട്ടലുകൾ ഇവ പാലിക്കുന്നില്ലെന്ന പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടത് ചെയ്യണമെന്നും ഹോട്ടലുകൾക്ക് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.